അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. രാഷ്ട്രീയം പറയുക എന്ന് വെച്ചാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്, കേരളക്കാരനാണ്. എൻ്റെ നാട്ടിലെ ജനാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല. പാർട്ടി എനിക്കില്ല, ഞാൻ നേരിൻ്റെ രാഷ്ട്രീയക്കാരനാണ്. നല്ലത് ആര് പറഞ്ഞാലും നല്ലതെന്ന് പറയാനും, മോശം ആര് ചെയ്താലും മോശമെന്ന് പറയാനും ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മറ്റൊരാളുടെ അടുക്കളപ്പുഴു ആവാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ സന്തോഷമുണ്ട്, UDF വലിയ വിജയം കൈവരിച്ചു. UDFകാരുടെ പവറല്ലത്, സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കാൻ കഴിവുള്ള പ്രബുദ്ധരായ വോട്ടർമാരുടെ കഴിവാണ്. അവരാണ് സത്യത്തിൽ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി വരൽ ആവശ്യമാണ്. കഴിഞ്ഞ പിണറായി LDF ഭരണം വന്നപ്പോൾ UDF വളരെയധികം അധപ്പതനത്തിലായിരുന്നു. അവരാണ് വിജയിച്ച് കയറി വന്നത്. അതേപോലെ ഇനിയും വരും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരിക്കൽ ആ തോൽവി, അന്ന് UDF തോറ്റ തോൽവി കൂടുതൽ കരുത്തോടുകൂടെ ഈ 2026 വരാൻ കഴിഞ്ഞെങ്കിൽ LDFകാർ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് കൂടുതൽ കരുത്തോടെ വരാൻ അവർക്കും കഴിയും. ഇവിടെ നിങ്ങൾ ജനങ്ങളുടെ സേവകരാണ്. UDF ആയാലും LDF ആയാലും ഭരണരംഗത്തേക്ക് വരുന്നവർ ജനങ്ങളുടെ സേവകരാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ആവശ്യം. അവിടെ ഒരാൾ വിജയിച്ചാൽ അത് ഇന്ന ആൾ ജയിച്ചു, ഇന്ന ആളെ കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും നടക്കാറുണ്ട്. അതൊക്കെ നടക്കട്ടെ. ഇടയ്ക്ക് ഞാൻ UDFകാരോട്, വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെ ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മറവിൽ വഹാബികൾ നന്നായി കളിക്കുന്നുണ്ട്. പല വേണ്ടാത്ത പോസ്റ്ററുകളും അവർ ഇടുന്നുണ്ട്. പല പോസ്റ്റുകളും ഇടുന്നത് സത്യത്തിൽ വഹാബികളാണ്. അത് UDF ആയിട്ടോ ലീഗുമായിട്ടോ ബന്ധമുള്ളവരല്ല. അവർക്ക് കിട്ടുന്ന ചാൻസുകൾ, സുന്നത്ത് ജമാഅത്തിനെയും സുന്നികളെയും എതിർക്കാൻ കിട്ടുന്ന ചാൻസുകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തും. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കൽ നിങ്ങളെയാണ്. അതുകൊണ്ട് അതിന് നിയന്ത്രണം വേണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയൊക്കെ പുച്ഛിച്ചുകൊണ്ടും പല വാൾപോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ ഇടുന്ന ആളുകളുടെ ID പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ സത്യത്തിൽ വഹാബികളാണ്, കള്ളത്തെരീക്കത്തുകളും. ഈ കള്ളത്തെരീക്കത്തുകാരും വഹാബികളും കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ സാധാരണക്കാരത് UDFകാരാണ്, മുസ്ലിം ലീഗുകാരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. സത്യത്തിൽ അവരുടെ ലക്ഷ്യം, അവരുടെ വൈരാഗ്യം മറ്റു പലതുമാണ്. അതുകൊണ്ട് അതിന് നിയന്ത്രണം വരുത്തിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറയാനുള്ളത്, LDF സർക്കാരിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് മോശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവുകളാണ് കൂടുതൽ നമുക്കൊക്കെ കാണാൻ കഴിയും. നെഗറ്റീവിനെ വല്ലാതെ ജനങ്ങൾ ഉയർത്തി കാണിക്കും, പോസിറ്റീവ് വല്ലാതെ കാണില്ല ആരും. പോസിറ്റീവുകളായി പല കാര്യങ്ങളുണ്ട്. റോഡ് നന്നാക്കിയതും, അതുപോലെ വയനാട് തുരങ്കത്തിൻ്റെ പണി തുടങ്ങിയത്, ജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷന്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് നെഗറ്റീവുകളുണ്ട്. നെഗറ്റീവ് വളരെ ഓവറായപ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കി, ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു. ആ ജനങ്ങൾ തന്നെയാണ് ഇനിയും മാറി ചിന്തിക്കും. അത് ശ്രദ്ധിക്കേണ്ടത് UDFകാരാണ്. പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ പാലിക്കണം. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദത്തം നന്നായി പാലിക്കണം. വാർദ്ധക്യ പെൻഷനും അതുപോലെ മറ്റ് പെൻഷനുകളൊക്കെ
സ്ത്രീകൾക്കൊക്കെ പൂർണ്ണമായിട്ടും ഫ്രീ യാത്ര, അതൊക്കെ ആവശ്യമില്ലാത്ത ഒരു തീരുമാനമാണ്. ഇതിനൊക്കെ കൊടുക്കാൻ ഖജനാവിൽ പണമുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ കാലിയാണെന്നാണ് കേട്ടത്. അവസാനം വാഗ്ദത്തങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇതിനേക്കാൾ അധികം അധപ്പതനം പിന്നീട് തിരിച്ചു വരുമെന്ന് ബോധ്യം ഉണ്ടാവണം. എല്ലാ പാർട്ടിയോടും എല്ലാ ആളുകളോടും മമത കാണിക്കാൻ ശ്രമിക്കണം. UDFകാരുടെ മന്ത്രിയല്ല, ജനങ്ങളുടെ മന്ത്രിയാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാണ്. വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ആണെങ്കിലും അവരൊക്കെ MLAയും മന്ത്രിമാരുമാണെന്നുള്ളൊരു ബോധം ഉണ്ടാകണം. പണ്ട് നമ്മുടെ K. മുരളീധരൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സേവകരായി മാറണം. സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ നേതാവ് ജനങ്ങളുടെ സേവകരായി മാറണം. സർവൻറ്റുകളാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഉണ്ടായിക്കൂടാ. റോഡ് പണി, അതുപോലെ വയനാട് തുരങ്കം തുടങ്ങി LDF സർക്കാർ ചെയ്തു വെച്ച പണികളൊക്കെ ബാക്കി വേഗം തീർക്കണം. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ NRI ഒക്കെ വന്നപ്പോൾ, NRC ഒക്കെ വന്നപ്പോൾ, പൗരത്വ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ചങ്കൂറ്റത്തോടെ നേരിട്ടത് പിണറായി സർക്കാരാണ്. അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചങ്കൂറ്റത്തോടെ നേരിട്ട് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും സമാധാനമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചരിത്രത്തിലില്ലാത്ത വിധം 3 അക്കൗണ്ടുകൾ വർഗീയ വിഘടന ഫാസിസ്റ്റ് ദുർഭൂത ശക്തികൾ നേടിയെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് UDFകാരൊന്നുകൂടി പരിശോധിക്കണം. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിലില്ലാത്തതാണ്. നേമത്തൊക്കെ ഒരിക്കൽ വട്ടം ജയിച്ചിട്ടുണ്ട്, എന്നാലും സൂക്ഷിക്കേണ്ടതാണ്. അവരൊക്കെ ഇനിയും അധികാരത്തിൽ വന്നാൽ അത് പിന്നീട് വലിയ ദോഷം ചെയ്യും. അവരിനിയും ഉയർന്നു വന്നാൽ വർഗീയതയ്ക്ക് സ്ഥാനം നൽകും. വർഗീയത നമ്മുടെ നാട്ടിൽ പാടില്ല. അത് ഹിന്ദുവിൽ നിന്നായാലും മുസ്ലിമിൽ നിന്നായാലും ക്രിസ്ത്യാനിയിൽ നിന്നായാലും വർഗീയതയ്ക്ക് അല്പം പോലും സ്ഥാനം കൊടുക്കാൻ പാടില്ല. വർഗീയതയെ പാടെ വിഭാടനം ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഈ 3 സ്ഥലങ്ങളിൽ വർഗീയവാദികൾ BJP വിജയിച്ചു എന്ന് ശരിക്കും പരിശോധിക്കണം. വെള്ളാപ്പള്ളിയും അതുപോലെ വർഗീയവാദികളൊക്കെ ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിൻ്റെ നാണക്കേടാണ്. ആ നാണക്കേട് ഇനിയും വരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് അവിടെയൊക്കെ വോട്ടുകളുടെ ശതമാനം പരിശോധിച്ച് മനസ്സിലാകുന്നുണ്ട് പലതും. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെങ്കിലും ജയിക്കണമെന്നത് മാറ്റിയിട്ട് അഭിമാനത്തോടുകൂടെ ജയമുണ്ടാക്കണം, അഭിമാനത്തിൻ്റെ തോൽവിയും ഉണ്ടാക്കണം. തോറ്റവരായ LDFകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരതിന് തിരിച്ചൊന്ന് മാറി ചിന്തിച്ചു. അത് കാലാകാലമല്ല. ആ ജനങ്ങൾ തിരിച്ചും ചിന്തിക്കാൻ അവരെ കൊണ്ട് കഴിയും. ആരാണോ ഭരിക്കുന്ന ആളുകളിൽ നിന്ന് വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. അതുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. ഇതുവരെ ഒരു പള്ളിയിലോ ഈ 10 വർഷം പള്ളിയിലും മദ്രസകളിലൊന്നും അടിയും പിടിയൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ ഇനിയും നിലനിൽക്കണം. പ്രശ്നങ്ങളുണ്ടാക്കരുത്. നല്ല നിലയിൽ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ഭരണമാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യും. നല്ലതൊക്കെ ചിന്തിക്കാനും നല്ലതൊക്കെ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.